ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ ആർഡിഒ 2 ആഴ്ചയ്ക്കകം പുനർനിർണ്ണയിക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ നിയമസഭയിൽ പറഞ്ഞു. എൻ്റെ മണ്ഡലത്തിലെ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ നിരവധി പ്രാവശ്യം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകമായി ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കുകയും അതിൻ്റെ നടപടികളെല്ലാം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സർ. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികൾ അത് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് കോതമംഗലം മണ്ഡലത്തിലെ ഇലമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ അത് അടിയന്തരമായി പുനർനിർണ്ണയിക്കണമെന്ന് കൂടി ഈ സബ്മിഷന്റെ ഭാഗമായി ഞാൻ ആവശ്യപ്പെടുകയാണ് സർ. ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ഉയർന്ന ഫെയർ വാല്യൂ ആർഡിഒ ഒരാഴ്ചയ്ക്കകം പുനർനിർണ്ണയിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജനു വേണ്ടി മന്ത്രി ജി.ആർ. അനിൽ നിയമസഭയിൽ അറിയിച്ചു. ഉയർന്ന ഫെയർ വാല്യൂ പുനർനിർണ്ണയം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്റണി ജോൺ എം.എൽ.എയുടെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത്. കോതമംഗലം താലൂക്കിലെ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചിട്ടുള്ളത് അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി ഉന്നയിച്ചിരുന്ന വിഷയം തികച്ചും ന്യായമാണ്. ഈ വിഷയം മുൻപും അംഗം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് പരിശോധന നടത്തുകയും ഇരമല്ലൂർ വില്ലേജിന്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ വരുന്ന വില്ലേജുകളിലെ ഭൂമികളുടെ ന്യായവിലയും ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവിലയും തമ്മിൽ വളരെ അന്തരം നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളതാണ്. വിഷയം സംബന്ധിച്ച് എറണാകുളം ജില്ലാ കളക്ടർ നിരവധി യോഗങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. സർക്കാർ ഉത്തരവിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പുനർനിർണ്ണയിക്കുന്നതിനു വേണ്ടി നിശ്ചിത കാലപരിധിക്കുള്ളിൽ ശുപാർശ സമർപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കോതമംഗലം തഹസിൽദാർ സമർപ്പിച്ച പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിക്ക് 2010 നിശ്ചയിച്ച ഫെയർ വാല്യൂവിന് പകരം പുതുക്കിയ ഫെയർ വാല്യൂ നിർണ്ണയിച്ചിട്ടുള്ളതും ഈ വില സമീപ വില്ലേജുകളിലെ ഭൂമികളുടെ ന്യായവിലയുമായി യോജിച്ചു വരുന്നതുമാണ്. ഓരോ സർവേ നമ്പറുകളിലും ഉൾപ്പെട്ടുവരുന്ന കാറ്റഗറികൾക്ക് വില കണക്കാക്കിയിട്ടുള്ളതും കമ്പോള വിലയുടെ ആനുപാതികമായി നിശ്ചയിക്കാവുന്നതായി കണ്ടെത്തിയിട്ടുള്ളതുമാണ്. അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചു വരുന്നതും 5 വർഷത്തിലൊരിക്കൽ ഫെയർ വാല്യൂ പുതുക്കി നിശ്ചയിക്കാനുള്ള റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധികാരം വിനിയോഗിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ഫെയർ വാല്യൂ പുതുക്കി നിശ്ചയിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുകയാണെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കോതമംഗലം താലൂക്കിലെ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചിട്ടുള്ളത് അശാസ്ത്രീയമെന്ന് ചൂണ്ടിക്കാട്ടി ബഹു അംഗം ഉന്നയിച്ചിരിക്കുന്ന വിഷയം തികച്ചും ന്യായമാണ് സാർ. ഈ വിഷയം മുമ്പും ബഹു അംഗം ഉന്നയിച്ചിരുന്നു. ആയതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ആയത് പരിശോധിക്കുകയും ഇരമല്ലൂർ വില്ലേജിന്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ വരുന്ന വില്ലേജുകളിലെ ഭൂമിയുടെ ന്യായവിലയും ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിയുടെ ന്യായവിലയും തമ്മിൽ വളരെ അന്തരം നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളതാണ്. തുടർന്ന് കോതമംഗലം തഹസീൽദാർ സമർപ്പിച്ച പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ഇരമല്ലൂർ വില്ലേജിലെ ഭൂമിക്ക് 2010 നിശ്ചയിച്ച ഫെയർ വാല്യൂവിന് പകരം പുതുക്കിയ ഫെയർ വാല്യൂ നിർണ്ണയിച്ചിട്ടുള്ളതും ഈ വില സമീപ വില്ലേജുകളിലെ ഭൂമിയുടെ ന്യായവിലയുമായി യോജിച്ചു വരുന്നതുമാണ്. ഓരോ സർവേ നമ്പറുകളിലും ഉൾപ്പെട്ടുവരുന്ന കാറ്റഗറികൾക്ക് വില കണക്കാക്കിയിട്ടുള്ളതും ആയത് കമ്പോള വിലയുടെ ആനുപാതികമായി നിശ്ചയിക്കാവുന്നതായി കണ്ടെത്തിയിട്ടുള്ളതുമാണ്. റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധികാരം വിനിയോഗിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ഫെയർ വാല്യൂ പുതുക്കി നിശ്ചയിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ് സർ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.